Now we have to see a combination clipper. Okay, there is combination of positive and negative clipper, or we can say combination of positive negative and simply positive negative combination, and there will not be positive part or negative part. But for biasing cases, we have some portion of positive or negative. Okay, so next is combination clipper. See this diagram. Okay, so this is the combination clipper. In this diagram, you can see we are using positive clipper side and negative clipper, and then we have two diodes D1 and D2. Okay, we have two diodes D1 and D2. That is we have D1. D1ന്റെ കണക്ഷൻ എന്താണ്? അത് പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ? D1ന്റെ കണക്ഷൻ നോക്കിയിട്ട് പറ. പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ? ദിസ് ഇസ് പറഞ്ഞോ. D1 പോസിറ്റീവ് ക്ലിപ്പർ ആയിട്ടാണോ ആക്ട് ചെയ്യുക, നെഗറ്റീവ് ക്ലിപ്പർ ആണോ ആക്ട് ചെയ്യുക? നിങ്ങൾ പെട്ടെന്ന് കണക്ഷൻ മനസ്സിലാവുന്നില്ലെങ്കിൽ ഓർത്താൽ മതി പോസിറ്റീവ്. ബിക്കോസ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് ചെയ്യും? തൽക്കാലം ബയസിംഗ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വാട്ട് വിൽ ഹാപ്പൻ? ഡയോഡ് ഗെറ്റ് ഫോർവേഡ് ബയസ്ഡ് അല്ലേ? ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് മീൻസ് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടൂല? ദാറ്റ് വിൽ നോട്ട് ബി ഒബ്റ്റൈൻഡ് അറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ദാറ്റ് മീൻസ് പോസിറ്റീവ് പാർട്ട് ഈസ് ക്ലിപ്ഡ് ഓഫ്. ഓക്കെ, സോ ഈ ഡയോഡ് D1 ആക്ട് ആസ് എ പോസിറ്റീവ് ക്ലിപ്പർ ആൻഡ് D2 ആക്ട് ആസ് എ നെഗറ്റീവ് ക്ലിപ്പർ. സോ ഈ ബയാസിംഗ് ഒന്നും ഇല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് ഔട്ട്പുട്ടിൽ ഒന്നും കിട്ടൂല. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യും. സോ output will be 0 always. Okay, now we have biasing. Okay, that D1 is biased positively and D2 is biased negatively. ഈ ഒരു കേസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയസ്, നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയസ്, ദാറ്റ് ഇസ് ദ കോമ്പിനേഷണൽ ക്ലിപ്പർ, അല്ലെങ്കിൽ ഡബിൾ ക്ലിപ്പിംഗ് എന്ന് പറയും. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പണിങ് ഹിയർ? ഇത് നിങ്ങൾ ഒന്ന് നോക്കുക. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഓക്കെ, during this positive half cycles, this diode D1, D1 will get forward biased when, okay, during positive half cycle, diode D1 will get forward biased when, എപ്പോഴാ? because നമ്മുടെ നെഗറ്റീവ് സൈഡിൽ we are applying positive signal അല്ലെ? So here also we are applying a positive signal. Then this voltage, or we can say when this input voltage will become greater than this battery value V1. Okay, when input voltage become greater than V1, this diode D1 will get forward biased. That is, we can say during positive half cycle, D1 get forward biased when input voltage is greater than V1. Correct? ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? Got it? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സർക്യൂട്ട് നോക്കിയിട്ട് നോക്കുക. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ഇവിടെ നെഗറ്റീവ് സൈഡിലും പോസിറ്റീവ് ആണ്, പോസിറ്റീവ് സൈഡിലും പോസിറ്റീവ് ആണ്. സോ ഇൻ ഓർഡർ ടു ഫോർവേഡ് ബയസ് ദ ഡയോഡ്, ദിസ് പൊട്ടൻഷ്യൽ Vin ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദിസ് V1. ഓക്കെ, okay, so during positive half cycle, D1 is forward biased when Vin is greater than V1. And what will be the status of D2? For D2, during positive half cycle, we are applying positive voltage here, and here there is a negative voltage. So during positive half cycle, this will be always reverse biased, alle? Positive to this negative terminal and negative to positive terminal, that is D2 is reverse biased during positive half cycle. Okay, ഈ കണ്ടീഷൻ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡിന്റെ കണ്ടീഷൻ മനസ്സിലായല്ലോ. നൗ when Vin greater than V1, diode forward biases ആണ് പറഞ്ഞത്. ഡയോഡ് D2 റിവേഴ്സ് ബയസസ് ആണ്. സോ ഇറ്റ് വിൽ ബി an open path. അപ്പൊ നമുക്ക് ഈ ഒരു പാത്തിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ റോളൊന്നും ഇല്ല. ഇറ്റ് വിൽ ആക്ട് ആസ് an open circuit. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നുമില്ല പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. ബട്ട് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇനി നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? when the diode is forward biased, current will flow through this circuit. Output will be, no output will be obtained during that time interval. Alle? When this diode D1 is reverse biased,
ഔട്ട്പുട്ട് വിൽ ബി ഒബ്റ്റെയിൻഡ്. ഇപ്പോൾ ഡയോഡ് എപ്പോഴാണ് റിവേഴ്സ് ബയസ് ആവുന്നത്? ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത് ഏത് കണ്ടീഷനിലാണ്? വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ V1. ഓക്കെ, സോ വെൻ ഡയോഡ് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ലെസ് ദാൻ V1, this diode D1 will be reverse biased. Correct? So we can say when input voltage greater than V1, the diode get forward biased. That is D2 is always reverse biased. That is open circuit ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ റോളൊന്നുമില്ല. Okay, then D1 is forward biased when Vin is equal to V1 means when Vin greater than V1, this positive part is flipped off. അല്ലേ? That is ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? ആഫ്റ്റർ Vin ഇറ്റ് വിൽ നോട്ട് പാസ് ദ ഔട്ട്പുട്ട്. കാരണം എന്താ? അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്. ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയ കംപ്ലീറ്റ് ഇതിലൂടെ എന്താണ് കറണ്ട് ഈ ഒരു പാത്തിലെ കൂടെ പാസ് ചെയ്യുക. സോ അവർ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് ഇൻപുട്ടിലുള്ള ചേഞ്ചസ് ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യില്ല. സോ ഔട്ട്പുട്ട് വിൽ ബി കോൺസ്റ്റന്റ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, സോ ഈ ഇൻപുട്ട് വോൾട്ടേജ് വെൻ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ V1, ദ പോസിറ്റീവ് പാർട്ട് വിൽ ബി ക്ലിപ്ഡ് ഓഫ്. സോ നിങ്ങൾക്ക് പോസിറ്റീവ് സൈഡിൽ ക്ലിപ്ഡ് ഓഫ് ഇവിടെ എന്താണ് പോസിറ്റീവ് ക്ലിപ്പർ അറ്റ് പ്ലസ് V1 വോൾട്ട്. അപ്പോൾ V1 വോൾട്ടിലേക്ക് എന്ത് ചെയ്തു? പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്തു. ഓക്കെ, ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ? ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്തില്ലേ? Now during negative half cycle this point will be negative അല്ലേ? So for D1 this point is negative, this point is positive. So during negative half cycle this D1 is reverse biased അല്ലേ? That is open circuit. So there is no role for D1 during this negative half cycle. Now D2, in the case of negative half cycle, what is the status of D2? So D2 will remains reverse biased because എന്താണ് ഈ ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ് അല്ലേ? So if our input voltage is less than this value, it will get reverse biased. So when will the D2 get forward biased? When input voltage in order to become D2 forward bias, that input voltage, that is voltage at this point should be less than the voltage at this point. Okay, that is V2. When the input voltage is less than V2, okay, when the input voltage is less than this V2, diode D2 will be forward biased. So during negative half cycle, this D1 act as open circuit and D2 will get forward bias when input voltage is less than V2. That means V2 എന്ന് പറയുന്ന പോയിന്റ് വരെ up to this point the diode is reverse biased അല്ലേ? So diode reverse biased ആണെങ്കിൽ എന്താണ്? നമുക്ക് ഇൻപുട്ടിലുള്ളത് അതേപോലെ ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യും. Then after this point this diode will get forward biased and current will pass through this part. Okay, then we couldn't get the output. Okay, so double side രണ്ട് സൈഡിലും ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? കോമ്പിനേഷൻ ക്ലിപ്പറിൽ if you are comparing input and output, we have clipped off a part of positive half cycle and a part of negative half cycle. Okay, both sides are clipped off up to a particular level. This V1 can be equal to V2 or different value. Okay, ഇപ്പോൾ രണ്ടും 5 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെയും 5 വോൾട്ട് കിട്ടും, ഇവിടെയും 5 വോൾട്ട് കിട്ടും. ഇനി അല്ല ഒന്ന് 5ഉം ഒരെണ്ണം 5 ഒരെണ്ണം 3ഉം ആണെങ്കിൽ എന്തായിരിക്കും? അക്കോർഡിംഗ്ലി ആ വോൾട്ടേജ് ലെവല് ചേഞ്ച് ചെയ്യും. Okay, that is, it can be symmetric or not. So that is the case of combination clipper. ഇത് ഐഡിയ കിട്ടിയോ? ഇത് മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഓഡിബിൾ അല്ലേ? ഇത് മനസ്സിലായോ? കോമ്പിനേഷൻ ക്ലിപ്പറിന്റെ വർക്കിംഗ് മനസ്സിലായോ?
കോമ്പിനേഷൻ ക്ലിപ്പറിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായോ? കുട്ടികളെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് പറ, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആന്ന് പറ. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? Okay, so combination is in combination clipper we have a combination of positive and negative clipper, that is biased positive and negative clippers. Okay, so we can clip a particular up to a particular level, okay, during positive and negative half cycle. Okay, for example ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ വെച്ചിട്ട് പറയാം. For example ഞാനിപ്പം let v1 is 3 volt and v2 is some 5 volt. Okay, and if I am giving an input signal like this, let it be say for 10 volt, and this is minus 10 volt, and our output voltage will be like this, because during positive half cycle എന്താണ്, the diode will get, that is D1 will get forward biased when input voltage is greater than 3 volt. Okay, so up to 3 volt the diode will not conduct and output will be obtained like this. After 3 volt the diode start conducting, D1 start conducting, and our output will be like this. And after that, during negative half cycle, what will happen? During negative half cycle, D1 will be reverse biased and D2 will conduct when this value is greater than 5 volt. Okay, so this is 3 volt and up to minus 5 volt, this will not conduct, that is D2 will not conduct, and after that it will get forward biased and conducts. So our waveform will be like this. Okay, so this is called double clipper or combination clipper. Got it? ബോയ്സിന് മനസ്സിലായോ ഈ പറഞ്ഞ കാര്യം? Clampers. So next, clampers is a nonlinear wave shaping circuit. Clamper means a clamping circuit introduce a DC level to an AC signal, or we can say a DC voltage is added or subtracted to an AC signal. That is the function of a clamper circuit. For example, this is my clamper circuit. At the input, if I am applying a sinusoidal signal like this. Okay, നിങ്ങൾ ആദ്യം ഈ ഡി സി ലെവൽ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നറിയോ? ഡി സി ലെവൽ മീൻസ് ഹിയർ വി ഹാവ് എ സീറോ അല്ലേ? സോ ബൈ കൺസിഡറിങ് ദിസ് ഇൻപുട്ട് സിഗ്നൽ ദ ഡി സി ലെവൽ ഇസ് സീറോ, ഓർ വി ക്യാൻ സേ ദാറ്റ് ആവറേജ് വാല്യൂ ഇസ് സീറോ. ഓക്കെ, സോ സിമെട്രിക്കൽ ആണ്, സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ്. ഓക്കെ, ഹിയർ പ്ലസ് വി എം വിൽ ബി ദർ, ഹിയർ മൈനസ് വി എം. So we can say here our DC level equal to 0. Okay, now if I am applying this to a clamping circuit, we can change this DC level without changing the shape and peak to peak value of the signal. That is, each signal എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? That is our reference level അല്ലെ? Here coming to the reference level, it will shifted to this value. We can say VM അല്ലെ? VM എന്ന് പറഞ്ഞൊരു ലെവൽ വെച്ച് ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കുക, ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ടില്ല. നേരത്തെ നമ്മുടെ ക്ലിപ്പറിലെ പോലെ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ടില്ല. അതേപോലെ പീക്ക് ടു പീക്ക് വാല്യൂ. ഓക്കെ, ഹിയർ ഇത് VM ആണ്, ദിസ് ഈസ് 2 VM. ഓക്കെ, ദിസ് ഈസ് 0. സോ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ ക്ലാമ്പിംഗ് എന്ന ഐഡിയ കിട്ടാൻ വേണ്ടി ആ ഒരു ഡയഗ്രാം വരച്ചു തന്നിരുന്നു കേട്ടോ. നമുക്ക് ഇത് എങ്ങനെയാ വരുന്നത് എന്നൊക്കെ പറയാം. സോ സിംപ്ലി ക്ലാമ്പിംഗ് സർക്യൂട്ട് മീൻസ് ഇറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് എ ഡി സി ലെവൽ, ഓർ വി ക്യാൻ സേ ഇറ്റ് വിൽ ആഡ് ഓർ സബ്ട്രാക്ട് എ ഡി സി വാല്യൂ ടു എൻ എ സി സിഗ്നൽ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ക്ലാമ്പിംഗ്. ഓക്കെ, ഓർ വി ക്യാൻ സേ വി ക്യാൻ ഷിഫ്റ്റ് എ വേവ് ഫോം. We can shift a waveform towards in upward direction or lower direction. Okay,
we can shift the waveform. ഇതിപ്പോൾ നമ്മൾ നേരെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നേരെ തിരിച്ച് നമുക്ക് നെഗറ്റീവ് ഡയറക്ഷനിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ ഷിഫ്റ്റ് എ waveform in a such a way that a particular part of it is maintained at a specified voltage level. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ വോൾട്ടേജ് ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, that shift does not change the shape and peak to peak value of input. So compared to clipping circuit, for the clipping circuit you can see the peak to peak value and shape of the wave is changed. Okay, here our signal shape and the peak to peak value is maintained after clamping also, but simply we are adding a DC level. Okay, so according to the DC level added, that waveform will be shifted in upward direction or lower direction. Okay, so that is the clamper circuit. Practically നമ്മുടെ TV റിസീവറിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ് ഈ ക്ലാമ്പർ സർക്യൂട്ട്. മെയിൻ ആപ്ലിക്കേഷൻ TV റിസീവേഴ്സിലാണ് വരുന്നത്. ഓക്കെ, so here also we have according to the shifting direction and shifting value, we have positive, negative and biased clampers. Okay, so let us see first positive clamper. So simply we can say the positive clamper lift the input wave upward, means positive direction. Obviously നമ്മൾ എപ്പോഴും positive direction എന്ന് പറയുമ്പോൾ upward direction is taken as positive and downward direction is taken as negative. Okay, so positive clamper means the circuit which shift the input wave upwards. Okay, so here നിങ്ങൾ സർക്യൂട്ടിലേക്ക് നോക്കുന്നതിന് മുന്നേ ആ ചേഞ്ച് ഒന്ന് നോക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ വേവ് ഫോം. ഓക്കെ, വിത്ത് here DC level is 0. Now we are adding some voltage Vm. Okay, we are shifting to a voltage Vm such that here our positive peak, നിങ്ങൾ നോക്കിക്കേ, ഈ Vm ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഇത് എൻ്റെ സിഗ്നൽ ലെറ്റ് ഇറ്റ് ബി, ഈ ഇൻപുട്ട് സിഗ്നൽ ലെറ്റ് ഇറ്റ് ബി Vm sin omega t. ഓക്കെ, Vm sin omega t സൈനസോയിഡൽ വേവിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ദ വാല്യൂസ് ആർ ചേഞ്ചിങ് അല്ലെ. ഈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ ടൈമിൽ നോക്കുമ്പോഴും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ് മാക്സിമം പോയിന്റ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും എന്താവും, സൈൻ ഒമേഗ ടി become pi by 2 and that will be equal to 1. So maximum value will be Vm. Okay, so നമ്മൾ ഓരോ ടൈം ഇൻസ്റ്റന്റിലും ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് ടൈം. ഇൻപുട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് ടൈം. So it is Vm sin omega t. Okay, now what will happen here is in positive clamper we are adding a DC level of Vm. അതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് പറയാം. Okay, we are adding a DC level of Vm to the input. Okay, so what will happen, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇൻപുട്ടിൽ ഇവിടെ 0 ആയിരുന്നു അല്ലെ. ആ ഇൻപുട്ടിൽ 0ന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, അറ്റ് ദാറ്റ് പോയിന്റ് ഐ ആം ആഡിങ് സം വോൾട്ടേജ് Vm. Okay, so at that point I am adding some voltage Vm means corresponding to that we will get output here. മനസ്സിലായോ? 0 എന്നുള്ളതിനോട് എന്ത് ചെയ്തു, പ്ലസ് Vm ആഡ് ചെയ്തു. Now ഈ ഒരു പീക്ക് പോയിന്റ് കൺസിഡർ ചെയ്യുക. At the input side this value is Vm. Okay, now I am adding Vm to that. So what will happen, output will be 2 Vm, that is at this point. Okay, and here I have minus Vm. Here again 0, that means 0 plus Vm, this will be Vm. And at this point input is minus Vm. I am adding plus Vm to that. What will happen? Output will be this point 0. Okay, ഇതാണ് നമ്മൾ സിഗ്നൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. DC ലെവൽ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി ടുവേർഡ്സ് ഈച്ച് പോയിന്റ്, ഓരോ പോയിന്റിലും നമ്മൾ Vm എന്ന് പറഞ്ഞ വോൾട്ടേജ് ആഡ് ചെയ്യാണ്, ദാറ്റ് ഈസ് പ്ലസ് ചെയ്യാണ്. ദാറ്റ് ഈസ് വൈ അവർ വേവ് ഫോം ഈസ് ക്ലാമ്പ് ടു പോസിറ്റീവ് സൈഡ്. ഓക്കെ, നൗ നമുക്ക് ഈ Vm എന്ന് പറയുന്ന വോൾട്ടേജ് എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഫോർ ദാറ്റ് കമ്മിങ് ടു ദ സർക്യൂട്ട്. Okay, coming to the circuit diagram, it consists of mainly a capacitor and diode. ഈ ലോഡ് റെസിസ്റ്ററിന് വലിയ റോളൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ലോഡ് റെസിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്തേ ഉള്ളൂ. We have a capacitor and diode are main parts. Okay, now here during positive half cycle, actually during positive half cycle we are considering, when we are considering the diode, it will be like this. Okay, during positive half cycle the diode will be reverse biased.
സോ നമുക്ക് ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ടിലുള്ളത് അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടുക ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കോ, ഞാൻ ഇവിടെ വരച്ചേക്കുന്ന വേവ് ഫോം പോലെ അല്ല ഇവിടെ ഉള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതേപോലെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇൻപുട്ടിൽ എന്താണോ ഉള്ളത് അത് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ദിസ് ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. സോ ഇൻപുട്ടിലുള്ളത് എന്താണോ that will be get at the output also. Okay, now during negative half cycle what is happening is this diode is forward biased. Okay, during negative half cycle the diode is forward biased. Now here there will be current flow through this loop. Okay, so diode is forward biased. Now there will be a current flow. Okay, so we can say the capacitor is now charging towards minus Vm. Okay, here we have a capacitor. So during negative half cycle, because it is negative half cycle, capacitor charges towards minus Vm with a polarity. So here there will be another negative half cycle. So to this plate there will be negative value. This is positive. Note during negative half cycle the diode is forward biased. SA means there will be a closed path to charge the capacitor. Okay, so capacitor charges towards minus Vm because it is negative half cycle. So maximum peak value is minus Vm. So capacitor charges towards negative. So ഇവിടെ നമ്മൾ നെഗറ്റീവ് ആണ് അപ്ലൈ ചെയ്തത്. So to this plate capacitor potential will be negative. Here it will be positive. Okay, now during negative half cycle the capacitor charges towards minus Vm. Okay, then at some point this diode will become reverse biased. അല്ലെ, കപ്പാസിറ്ററിന്റെ across ഉള്ള വോൾട്ടേജ് ഇൻക്രീസിന് കറസ്പോണ്ടിങ് ആയിട്ട് at some point the diode will get reverse biased. സോ നിങ്ങൾ ഈ ഒരു ഡയഗ്രം നോക്കി, ഇതാണ് ആക്ച്വലി എക്സാക്ട് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആവുന്ന ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആവുന്ന പോയിന്റിൽ ഓക്കെ നമ്മുടെ ഹാഫ് സൈക്കിളിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താണ് ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആവും. ദെൻ അഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഓക്കെ നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ, നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അഗെയിൻ ഡയോഡ് വിൽ ഗെറ്റ് റിവേഴ്സ് ബയസ്ഡ്. ഓക്കെ, ഡയോഡ് വിൽ ഗെറ്റ് റിവേഴ്സ് ബയസ്ഡ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ ഇൻപുട്ടിലുള്ള സിഗ്നൽ ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഇൻപുട്ടിലുള്ള സിഗ്നൽ വി ഹാവ് എ ഇൻപുട്ട് സിഗ്നൽ ഹിയർ ആൻഡ് വി ഹാവ് എ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും ഞാൻ പറഞ്ഞ അറ്റ് എ പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോഴേക്കും ഡയോഡ് എന്താവും റിവേഴ്സ് ബയസ് ചെയ്യും. സോ ആ ടൈമിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ദിസ് വാല്യൂ വിൽ ബി ദർ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ കപ്പാസിറ്ററിന്റെ അക്രോസ് വി എം എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. വി ഹാവ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് ലൈക്ക് ദിസ്. ഓക്കെ, സോ അവർ നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ഇൻപുട്ട് പൊളാരിറ്റി വിൽ ബി ലൈക്ക് ദിസ്. Okay, so this is negative, positive, negative, positive. That is same polarity ആണ് അല്ലെ. That is polarity such that the voltage across the capacitor adds with the input signal അല്ലെ. ഇപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് will be like this. Input voltage in plus this Vm. That is if negative half cycle, during negative half cycle there is a ചാർജ് സ്റ്റോറേജ് അല്ലെ. കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ട് അപ് ടു എ വോൾട്ടേജ് മൈനസ് വി എം. സോ ദർ ഇസ് എ വോൾട്ടേജ് വി എം. ഓക്കെ, സോ കപ്പാസിറ്ററിന്റെ അക്രോസ് വി എം എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പൊളാരിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. പൊളാരിറ്റി ഇസ് ലൈക്ക് ദിസ് ബിക്കോസ് ഇത് നെഗറ്റീവ് സൈക്കിളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചാർജ് ചെയ്തിട്ടുള്ളത്, ഓർ മൈനസ് വി എമ്മിലേക്കാണ്. സോ ദിസ് വിൽ ബി നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, ഇൻപുട്ട് സിഗ്നൽ വിൽ ബി ലൈക്ക് ദിസ്. സോ പൊളാരിറ്റി is same. That means our output voltage will be Vm plus Vm sin omega t. Okay, അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ കൂടെ എന്ത് ചെയ്യും, ഓരോ പോയിന്റിലും പ്ലസ് വി എം സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഈ സിഗ്നലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സിഗ്നലിന്റെ കൂടെ അറ്റ് ഈച്ച് പോയിന്റ് വി ആർ ആഡിങ് വി എം. ഇൻ എഫക്ട് ദിസ് പീക്ക് വാല്യൂ ബിക്കം 2 Vm. ഓക്കെ, നൗ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എത്ര തന്നെയാണ്, 0 to 2 Vm. നേരത്തെ മൈനസ് വി എം ടു വി എം ആയിരുന്നു. ദിസ് ഇസ് ഓൾസോ 2 Vm അല്ലെ, മൈനസ് വി എം ടു വി എം. ഹിയർ ഇറ്റ് ഈസ് 0 to 2 Vm. ദിസ് ഈസ് 2 Vm. That is peak to peak voltage change ചെയ്തിട്ടില്ല. Similarly the shape also അല്ലെ, shape of the signal is not changed, but
some DC level is added to the circuit. Okay, ആ DC level add ചെയ്യുന്നതാണ് ആക്ച്വലി പോസിറ്റീവ് ക്ലാമ്പർ എന്ന് പറയുന്നത്. ബിക്കോസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പോസിറ്റീവ് ക്ലാമ്പർ. അതിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ് ഓർക്കണം. നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഇതിലൊക്കെ ഞാൻ ഡയഗ്രാം വരക്കുമ്പോൾ ഐഡിയൽ ആയിട്ട് നേരെ ഷിഫ്റ്റ് ചെയ്ത പോലെ വരച്ചിട്ടുള്ളത് അല്ലേ. പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്ററിന്റെ അക്രോസ് എന്താണ് ചാർജ് സ്റ്റോർ ചെയ്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഫസ്റ്റ് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ഇതുപോലെ തന്നെ കിട്ടുക. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് എന്തായിരിക്കും ഇത് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പ്ലസ് വി എം എന്ന് പറയുന്നൊരു ചാർജ് നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തൊട്ടിട്ട് എന്താണ് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ എത്തുമ്പോഴേക്ക് എന്തായിട്ടുണ്ട്? ആ മൈനസ് വി എം എന്ന് പറഞ്ഞ വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഈ വോൾട്ടേജ് എന്ത് ചെയ്യും? അതിന്റെ കൂടെ നമ്മുടെ ഇൻപുട്ടിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി അത് ഷിഫ്റ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, സോ നെക്സ്റ്റ് സൈക്കിളിലൊക്കെ എന്തായിരിക്കും? ദിസ് ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ് വി എം പ്ലസ് വി എം സൈൻ ഒമേഗ ടി. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഡി സി ലെവൽ ആഡ് ചെയ്തിട്ടുള്ള സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ആക്ച്വലി കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ നോർമലി വരക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇങ്ങനെ തന്നെ വരക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇങ്ങനെ കിട്ടൂല. കറക്റ്റ് ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ പ്രാക്ടിക്കലി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ബട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം കുറെ കഴിയുമ്പോൾ ഈ ഒരു ഫസ്റ്റ് സൈക്കിളിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. പിന്നെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ സൈക്കിളിലും എന്തായിരിക്കും? ഈ ഇൻപുട്ടിന്റെ ഷിഫ്റ്റഡ് വേർഷൻ ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഫസ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം. ഈ സർക്യൂട്ട് വെച്ചിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതേപോലെ കാണിച്ചാൽ മതിയാവും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് പോസിറ്റീവ് ക്ലാമ്പർ. മനസ്സിലായോ? ക്ലാമ്പറിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ദാറ്റ് ഈസ് പോസിറ്റീവ് ക്ലാമ്പർ ക്ലിയർ ആണോ? Okay. Now, considering negative clamper. നേരെ റിവേഴ്സ് ആണ്. ഓക്കെ, ഒന്നുമില്ല, നേരെ റിവേഴ്സ് ആണ്. നെഗറ്റീവ് ക്ലാമ്പർ ഷിഫ്റ്റ് ദ ഇൻപുട്ട് വേവ് ഡൗൺവേർഡ്സ് സോ ദാറ്റ് നെഗറ്റീവ് പീക്ക് ടച്ചസ് ദ ഗ്രൗണ്ട് ഓർ സീറോ ലെവൽ. ഓക്കെ, സോറി പോസിറ്റീവ് പീക്ക്, നെഗറ്റീവ് പീക്ക് അല്ല ഹിയർ. സോ ദാറ്റ് പോസിറ്റീവ് പീക്ക് അല്ലെ, പോസിറ്റീവ് പീക്ക് ടച്ചസ് സീറോ ഓർ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, so here what is happening is during positive half cycle, ഇവിടെ ആ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഇല്ല. during positive half cycle എന്താണ്? during positive half cycle here positive negative അല്ലെ. so diode is forward biased and capacitor charges towards Vm. okay, charges towards this voltage Vm during positive half cycle, and during negative half cycle this will be reverse biased. okay, so at that time we have an input like this. Input polarity is like this. Here it is charging to plus Vm. So polarity will be like this. Okay, this is positive, this is negative. So here you can see input negative, positive. So while I'm considering current, the input is negative to positive. Here capacitor across the voltage capacitor, capacitor voltage is plus minus. So in effect എന്താ ഇവിടെ minus plus, here plus minus. That means the polarity of voltage is such that it is subtracted from the input signal. That is, we can write output signal as Vm sin omega mt minus Vm. Because ഇവിടെ നിങ്ങൾ polarity നോക്കുക, this is negative positive, here it will be positive negative. Okay, because during positive half cycle capacitor charges towards plus Vm. okay, അപ്പോൾ ഈ ടൈമിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ആണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പൊളാരിറ്റി പ്ലസ് മൈനസ് വരുന്നത്. ഓക്കെ, then our input signal polarity always negative positive ആണ്, because this is ground. okay, so here negative positive, positive negative. that means the voltage is subtracted from the input signal. നേരത്തെ നിങ്ങൾ നോക്കി ഇതുപോലെ അത് സബ്ട്രാക്ട് ചെയ്യാണ്. from this 0 I am subtracting Vm, I will get minus Vm. അല്ലേ, then from this Vm I am subtracting Vm, Vm minus Vm, this will be 0. And at this point minus Vm, that will be minus 2 Vm. okay, here it is 0, 0 minus Vm, it will be minus Vm. Then at this point Vm minus Vm, again 0. So when subtracting this voltage Vm, I will get a waveform like this, that is shifted downward direction. Okay, so
സോ ദിസ് ഈസ് ദ ക്ലാമ്പർ സർക്യൂട്ട്. ഇതിലും ബയാസ്ഡ് കേസിന് വരുന്നുണ്ട്. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്ലാമ്പർ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ?